വെൽക്കം ടു നമ്മുടെ ചാനൽ. അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ പറയാം, നമ്മളെ സ്നേഹിക്കുന്നവര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് മാപ്പാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ തന്നെ എന്നോട് പറഞ്ഞത് നെഗറ്റീവ് കമന്റ് നമ്മൾ മെയിൻ ചെയ്യാണ്ട് നോക്കണ്ടാണ്. നമ്മൾ മെയിൻ ചെയ്യാൻ നോക്കണം, പക്ഷെ മറുപടി കൊടുക്കണം വേണ്ടേ നമുക്ക്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരോട് ഒരിക്കലും അല്ലാണ്ട്, പക്ഷെ നമ്മൾ ഇതൊരു പരിധിക്ക് അപ്പുറം ഇട്ടിട്ടുള്ള ഒരു ഇതാണ് പൊന്നിന്റെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഏറ്റെടുത്തത് ആരാണ്? ഒന്നില്ലെങ്കിൽ നമ്മുടെ അടുത്ത നാട്ടുകാരല്ല, അത് നമ്മുടെ ഒക്കെ ആൾക്കാർ തന്നെ, നമുക്കറിയാം. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഒന്നും കെട്ടി രണ്ടും കെട്ടി മൂന്നും കെട്ടി നടക്കണോളല്ല ഞാൻ. എൻ്റെ ലൈഫിൽ ഒന്നേ കെട്ടിയിട്ടുള്ളൂ. ആ മനുഷ്യൻ തന്നെയാണ് 25 വർഷമായിട്ടും എൻ്റെ കൂടെ ജീവിക്കുന്നത്. മനസ്സിലായി? എല്ലാം ഗൾഫാരുടെ പെണ്ണുങ്ങൾ ആടി നടക്കണ പോലെ സംഗീതം നടന്നിട്ടില്ല. മനസ്സിലായി? ഒരാൾക്ക് ഒരു തെളിവായിട്ട് സംഗീതയുടെ മുന്നിലേക്ക് വരാനും പറ്റില്ല. മനസ്സിലല്ല? ഒരു ഫോൺ കോളിൽ ഒരു മെസ്സേജിലും ഒരു സംഗീതം ഈ നിമിഷം വരെ തെറ്റിയാത്തോളാം. ആ തലെടുപ്പിൽ തന്നെയാണ് സംഗീതം ജീവിക്കണതും. അതാദ്യം ഇതിൽ ഈ കമന്റ് ടോക്ക് യൂസർ എന്താ വെച്ചാൽ തന്തിയും തള്ളി ഇല്ലാത്തോളായിരിക്കും, അല്ലെങ്കിൽ തന്തിയും തള്ളി ഇല്ലാത്തവനായിരിക്കും. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ യൂസർ എന്ന് പറഞ്ഞാൽ ശരിയല്ലോ. ഇപ്പൊ എൻ്റെ പേര് സംഗീത അനിൽകുമാർ എന്നാ. ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ ഉപ്പുമുളക് ലൈറ്റ് എന്നുള്ളതില് പ്രൊഫൈല് ഞങ്ങളുടെ ഫോട്ടോ തന്നെ. ഞങ്ങൾക്കൊന്നും ഉടായിപ്പായിട്ടുള്ള അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. കമന്റിന്റെ മറുപടി നമ്മൾ അടുത്തത് പറയാം അല്ലേ? കമന്റ് വേറെ ഒന്നല്ല. സ്നേഹിക്കുന്നത് ചോദിക്കാൻ എന്താണ് നീ പൊട്ടിത്തെറിക്കണതിന്റെ കാരണം? പൊട്ടിത്തെറിക്കണതിന്റെ പൊന്നിന്റെ ക്വസ്റ്റ്യൻസിൽ വന്നിക്കുന്നതാണ്. ഷെബീൻ അങ്ങനെ സംഗീതം മൊത്തമായിട്ട് ഏറ്റെടുത്തോ, ഷെബീനെ ആകെ എടുത്തോ, ഹണി റോസിന്റെ എന്തിയാണോ ഡ്രസ്സിങ്ങും കാര്യങ്ങളും, അമ്മായിയും മോനെ. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഹണി റോസ് എന്ന് പറഞ്ഞ ഒരു സിനിമ ആർട്ടിസ്റ്റാണ്. അവൾക്ക് ആ സ്ത്രീക്ക് അറിയാം അവർക്ക് എങ്ങനെയാണ് ആ ലെവലിൽ നിൽക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ ആ നിലയ്ക്കാണ് ആ സ്ത്രീ നിൽക്കുന്നത്. പിന്നെ ഹണി റോസിന് കുറച്ച് പ്രശ്നം ചന്തി ഉണ്ടാവും. ആ ഉള്ള പെണ്ണുങ്ങളൊക്കെ ഹണി റോസ് ആവോ? നീ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ ചന്തി പ്രശ്നമൊക്കെ മുറിച്ച് കാണുന്നതാണോ നീ പറയണത്? നീ എന്താ ഉദ്ദേശിക്കണത്? നമ്മുടെ ജീവിത ശൈലിയിൽ നിന്ന് പഠിച്ചു വരുന്നത്, നമ്മൾ കാണുന്ന കാഴ്ചകൾ, നമ്മുടെ വീട്ടിലത്തെ അനുഭവമാണ് നമ്മൾ മറ്റുള്ള വീട്ടിലൊന്ന് ചിന്തിക്കുന്നത്. അല്ല, പലരും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പൊട്ടാണെങ്കിൽ നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ പൊട്ടാന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ ഈ ലോകത്തുണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ തന്നെയാണ് മറ്റുള്ള പെണ്ണുങ്ങളേലും കാണണത്. പക്ഷെ എല്ലാം മോളെ നല്ല സ്ത്രീകളുണ്ട്, നല്ല അന്തസ്സായിട്ട് കുടുംബം നോക്കി ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അതിൽ പെട്ടോളാട്ടെ ഞാൻ നല്ല തന്തയ്ക്ക് നല്ല സംഗീതം നടക്കണ രീതിയിൽ തന്നെ ഇന്നും നടന്നിട്ടുള്ളൂ. ആ ഒരു മരിയ വന്നു വെച്ചിട്ട് മരുവന്റെ വാലും നടന്നിട്ടില്ല. ഇത് ആരെന്നെ അത് എന്നെ സംബന്ധിച്ച് അത് എന്റെ മോനും എന്റെ മോളുമാണ്. മനസ്സിലായി? ഒരിക്കലും ഞാൻ മരുവാന്റെ ഒരു സ്ഥാനമല്ലാണ്, എന്റെ കുണുക്കന്റെ സ്ഥാനത്ത് തന്നെയാണ് ഞാൻ ഷെബിനെ കിടക്കുന്നത്. നിങ്ങളൊക്കെ നിങ്ങളുടെ മക്കളുടെ കൂടെയാണോ കിടക്കുന്നത്? നിങ്ങളെന്ന് പറഞ്ഞ യൂസർ എന്ന് പറഞ്ഞാൽ നീ നിന്റെ മോന്റെ കൂടെയാണോ കിടക്കുന്നത്? അല്ല, അറിയാണ്ട് ചോദിക്കുക. നീ നിന്റെ മോന്റെ അല്ലെങ്കിൽ നിന്റെ അമ്മ നിന്റെ ഭർത്താവിന്റെ കൂടെയാണ് കിടക്കുന്നത്. അത് കണ്ടു വന്നോണ്ടായിരിക്കും നിനക്ക് അത് പറയാൻ തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇടുന്നത്. മനസ്സിലായി? നീ യൂസർ എന്ന് പറഞ്ഞ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നിന്റെ പേര് ഡീറ്റെയിലും പറഞ്ഞിട്ട് നിനക്ക് വരാൻ പറ്റും. എന്റെ വാട്സാപ്പ് നമ്പർ എടുക്കുന്നുണ്ട്. മഹാലക്ഷ്മി ഈ റെന്റൽ ഓർണമെന്റ്സ് ഇൻസ്റ്റയിലായിട്ട് എടുക്കുന്നത്. അതിൽ എന്റെ നമ്പർ എടുക്കുന്നത്. നീ ഒറ്റ തന്തയ്ക്ക് ജനിച്ചോളാണെങ്കിൽ, നല്ല തന്തയ്ക്ക് നല്ലക്ക് ജനിച്ചോളാണെങ്കിൽ നിനക്ക് അതിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുമോ? ധൈര്യമുള്ളവളായിരിക്കണം. ഞാൻ ധൈര്യത്തിൽ തന്നെ പറയണത്. അതുപോലെ നിനക്കും ധൈര്യം ഉണ്ടാവണം. എനിക്കിത് പാരെന്ന് പറയാൻ ഈ വഴിക്കേക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. എന്നോട് നെഗറ്റീവ് കാര്യം. പക്ഷേ അവളെ കോണ്ടാക്ട് ചെയ്ത നമ്പറോ കാര്യങ്ങളോ ഒന്നും അല്ലെങ്കിൽ നിന്റെ നമ്പർ എന്റെ കമന്റ് ബോക്സിൽ ഇട്. അപ്പൊ ഞാൻ നിന്നോട് സംസാരിക്കും. ഞാൻ ഹണി റോസ് ആണോ ഞാൻ ആരാണോ എന്ന് എനിക്ക് ഞാൻ തെളിയിച്ചു തരാം. നിന്റെ അമ്മ വേറൊരുത്തന്റെ കൂടെ നടക്കുന്നുണ്ടാവും. അത് വെച്ചിട്ട് നമ്മളെ വലിച്ചു കളിക്കരുത്. മനസ്സിലായ? ഇതിന് മറുപടി ഉണ്ടല്ലോ. എനിക്ക് എന്റെ ഈ പ്രവൃത്തിയില് എന്റെ സ്വഭാവത്തിന് മറുപടി ഇങ്ങനെയല്ല. അതിന് വരില്ല, മുന്നിലേക്ക് വരില്ല. മുന്നിലേക്ക് വരണമെങ്കിലും വേണം ഒരു അറ്റ്ലീസ്റ്റ് നല്ല നട്ടല്. അതില്ല. 2-3 ചാൻസുകൾ തന്നു, ഒന്ന് ഒതുങ്ങാൻ. അത് ആരാണെങ്കിലും ഇനിയിപ്പൊ ഞങ്ങളെ വെച്ച് അതുപോലെ ഞങ്ങളുടെ ഫംഗ്ഷൻ നടത്തിയതില് പറഞ്ഞു ഞങ്ങള് 4 പേരുണ്ടായിരുന്നുള്ളൂ ഫംഗ്ഷന്. ക്ഷണിച്ചോരാരും വന്നില്ല. അപ്പോൾ ഈ പങ്കെടുത്ത ഏതോ ഒരു ഉണ്ടാക്കാത്തോളാണ്. പക്ഷെ അവൾക്ക് ഒരു കാര്യമുണ്ട്, നന്നായി ഒരു മാത്സ് ടീച്ചർ തന്നെ വെക്കണം. എന്താ വെച്ചാൽ 4 ആളെ ഞങ്ങള് ഫാമിലിന്റെ ആയ 8 ആളാണ്. 150 ആളെ ക്ഷണിച്ച് 137 ആളും വന്നിട്ടുണ്ട്. അത് ആ പ്ലേറ്റ് ഞങ്ങൾ പ്ലേറ്റ് ആയിട്ടാണ് ഫുഡിന്റെ കണക്ക്. 150, 10, 137 പേര് വന്നത് അവരെ ഞങ്ങളോട്. ഇതിന് വരില്ല എന്നാണ്. പിന്നെ ബാക്കി വരാത്ത ഒരു റീസൺ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഒരു ഫാമിലിയിൽ ഒരാൾക്ക് വയ്യ, അല്ലെങ്കിൽ മറ്റൊരു ഫാമിലിയിൽ അവർക്ക് എന്തെങ്കിലും വന്നു, അവർക്ക് വരാൻ പറ്റുമോ? മറ്റുള്ള അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ട്. അപ്പൊ 2 കൂട്ടർ ഞങ്ങളോട് വിളിച്ചാൽ ഞങ്ങൾക്ക് ഡെങ്കിപ്പനിയാണ്, അതാണ്. അവരോട് വായോ, എന്തായാലും വായോ, അന്ന് വന്നവർക്ക് എല്ലാവർക്കും ഡെങ്കിപ്പനി കൊടുത്തിട്ട് പോകുമെന്ന് പറയണമായിരുന്നു.
അപ്പൊ എന്തായാലും ഇച്ചിരി തിന്നാൻ വന്ന ഏതൊരു വ്യക്തിയാണ് ആ കമന്റ് ഇട്ടത് അല്ലെങ്കിൽ ആ ഞാനിത് ഫംഗ്ഷന് പങ്കെടുത്തിട്ട് വിളിച്ചോരൊന്നും വന്നില്ല. അവര് ആകെ കുറച്ച് 4 ആൾക്കാരേ ഉള്ളൂ. ബാക്കി 4 ആള് മറ്റവന്റെ കൂടെ ആയിരുന്നു. ഞാൻ പറഞ്ഞ എന്റെ വായിൽ പറഞ്ഞ വാക്കുകൾ ഞാൻ ഒതുങ്ങി ജീവിക്കണ ഒരു മനുഷ്യനാണ്. ഇന്നടുത്ത് പൊക്കരുത്. എല്ലാവരും വിചാരമുണ്ട് അച്ഛൻ അമ്മയെ സ്നേഹിച്ച് വീട്ടിൽ പഴുമ്പോ അമ്മ അച്ഛൻ നട്ടില്ല. അതൊക്കെ നിങ്ങളുടെ തോന്നല. ആ നട്ടലിന്റെ ഉറപ്പ് നിങ്ങൾ അളക്കാൻ നിൽക്കണ്ട. ആ നട്ടലിന്റെ ഉറപ്പ് അളവുണ്ടല്ലോ. ഈ അളവൊക്കെ കുറച്ച് നിക്കണത് ഏത് സമയത്താണ്. ഒരു നല്ല ഭർത്താവാന്ന് പറഞ്ഞാൽ നാട്ടില് 4 പ്രമാണികളോട് കുടിക്കാൻ നടന്നിട്ട് നാട്ടില് ചീട്ട് കളിക്കാൻ നാട്ടിൽ പെണ്ണ് പഠിക്കാൻ പോണ നാട്ടിൽ ഇത് ചെയ്യണവർക്കാണല്ലോ ആണത്തുള്ളൂ. അല്ലാണ്ട് ഒരു നല്ല ഏറ്റവും വലിയ നല്ലൊരാണ് അതെന്നറിയും. നല്ലൊരു കുടുംബം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് നല്ലൊരാണ്. ആളുണ്ട്. ആൾക്ക് നല്ലൊരു ഭാര്യ, 25 വർഷമായിട്ട് ചതിക്കാത്തൊരു ഭാര്യ. അത് തന്നെയാണ് ഈ മനുഷ്യൻ തലപൊക്കി നടക്കാനുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. നട്ടല്ലില്ലാന്നുള്ളത് നിന്റെ വീട്ടില് ചിലപ്പോ നട്ടല്ലില്ലാത്തവരാവുക. അതാണ് നീ അഴിഞ്ഞാടി നടക്കണത്. ഈ അഴിഞ്ഞാടി ചോദ്യങ്ങൾ കൊണ്ട് നീ വരുന്നത് മുന്നിലേക്ക്. മനസ്സിലായ? ഷെബീനെ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിട്ടല്ല, നമ്മളെ ചൊറിയണവർക്ക് വേണ്ട. നമ്മുടെ വീഡിയോ കാണുന്നവർ ഇങ്ങനത്തെ ഒരു അസഭ്യം കേൾക്കാനും. ഞാൻ ഇന്ന് വരെ എന്റെ ഒരു ചാനലിൽ മാക്സി അല്ലെങ്കിൽ സാരി അല്ലെങ്കിൽ ചുരിദാർ ഇതല്ലാണ്ടുള്ള വേറെ വസ്ത്രങ്ങളോ വൃത്തിയായിട്ടൊരു വസ്ത്രങ്ങളോ ധരിച്ചിട്ട് ഞാൻ വരാറ്. എനിക്ക് എന്റെ പ്രായത്തിന് പരിമിതികളുണ്ട്. ആ ഡ്രസ്സിങ്ങിന് തന്നെയാണ് ഞാൻ ഇടുക. മനസ്സിലായ? എനിക്ക് കുഴപ്പമില്ല എന്ന് വിചാരിക്കണോടത്തോളം പിന്നെ ഞാൻ എന്ത് ഡ്രസ്സ് ഇടുമ്പോഴേ ഈ ഒരു മനുഷ്യന്റെ അഭിപ്രായമാണ് ആദ്യം ചോദിക്കുക. ഏത് ഡ്രസ്സ് എടുക്കുമ്പോഴും അമ്മ കരയൊന്നുമില്ല. ഈ ഊച്ചാളിക്ക് അമ്മ കരണെങ്കിൽ അമ്മ രണ്ടാമത് ഉണ്ടാവേണ്ട ഒരു പ്രഭാകരന് പോയിട്ട് അത് അമ്മ എളുപ്പമല്ല. അമ്മനിപ്പോ അങ്ങനെ ഇത് പ്രതികരിച്ചത് നമുക്ക് ഇത് പേടിച്ചിട്ടല്ല ഇതിന് മറുപടി തരുന്നത്. ഇതൊക്കെ മറുപടി തരുന്നത് നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനോ അല്ലെങ്കിൽ നീയായിട്ട് അടുപ്പുണ്ടാവും. നിന്റെ അമ്മായിനും നീ തമ്മിൽ അടുപ്പുണ്ടാവും. അല്ലെങ്കിൽ നിന്റെ ഭർത്താവ് നിന്റെ അമ്മയും കൂടി എടുക്കുന്നത് നീ കണ്ണിൽ കണ്ടുണ്ടാവും. അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും വ്യക്തമായിട്ട് പറയാൻ തോന്നിയത്. പക്ഷെ എനിക്കറിയാം ഇതിന്റെ ഭർത്താവാണ്, ഇതിന്റെ മരുവനാണ്, എന്റെ മക്കളാണെന്നുള്ള സ്വയബോധ സംഗീതമൊക്കെ ഉണ്ട്. അതുള്ളിടത്തോളം ആ കാലം നീ പേടിക്കണ്ട കേട്ടാ. പിന്നെ എന്റെ മോള് കിടക്കാമൊക്കെ വർഷങ്ങളായിട്ട് കിടക്കണോളല്ല, അവളെ ഉപയോഗിക്കാൻ പറ്റാണ്ട് ഇതിന്റെ അമ്മായിമ്മനെ കയറി പിടിക്കാൻ. മനസ്സിലായ? നല്ല ആരോഗ്യം നല്ല അത്യാവശ്യം കാണാൻ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടീനെ അവന് ഭാര്യയായിട്ട് കിട്ടിയിരുന്നു. അവന് അമ്മായിമ്മേനെ കയറി പിടിക്കേണ്ട ഗതികേടൊന്നും അവന് വന്നിട്ട് പിന്നെ അവനുണ്ട് അമ്മയും പെങ്ങളൊക്കെ. നീ അത് വിഷമിക്കണ്ട കേട്ടോ. നീ ആയിട്ട് ഇത് കണ്ട. ഇതിന്റെ ഇടയിൽ ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ കുറെ ആൾക്കാർ തെറ്റിച്ചു. അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു അവിടെ പിടിച്ചു ഇവിടെ പഠിച്ചു. അത് മനസ്സിലാക്കി വെറും ഞാൻ ഒരാൾ പൊട്ടയാണ്. ലോകത്തുള്ള പെണ്ണുങ്ങളൊക്കെ പൊട്ടയാണ്. ലോകത്തുള്ളവർക്കൊക്കെ കാമുകന്മാരുണ്ട്. കള്ളക്കാരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആൾക്കാര് അവിടെയുള്ള എല്ലാവർക്കും ബന്ധങ്ങളെ കാമുകന്മാരുള്ള ബന്ധങ്ങള് സ്വന്തം അങ്ങനെയുള്ളവരുണ്ട്. മനസ്സിലായി? അതിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണ്ട. മനസ്സിലായ? ഞങ്ങൾ അന്തസ്സായിട്ട് ഈ നിമിഷം വേഗം ജീവിച്ചു ഇനി അങ്ങനെ ജീവിക്കുള്ളൂ. മനസ്സിലായ? അല്ലാണ്ട് പൊട്ട തരത്തിൽ നടന്നിട്ട് 10 രൂപ സംഗീതം ഉണ്ടാക്കിയിട്ടല്ല ഇവിടെ ജീവിക്കുന്നത്. അത് നീ ആദ്യം മനസ്സിലാക്കോട്ടാ. പിന്നെ കുന്നോളം സംഗീതം ഞാൻ കുന്നംകുളകാരി നേടി അതിനെന്താ കുഴപ്പം? അതൊരു കുന്നംകുളകാരി സംഗീതം. ഞാൻ കുന്നംകുളകാരി, എന്റെ നാട് കുന്നംകുളമല്ലെന്ന് എനിക്ക് വേറെ നാടെന്ന് പറയട്ടോ. എനിക്ക് അഡ്രസ് ഉണ്ട്. അതുകൊണ്ടാ എനിക്ക് സ്വന്തമായിട്ട് അഡ്രസ് ഉണ്ട്. അതുകൊണ്ടാ ഭർത്താവിന്റെ പേര് എന്താന്ന് പറയുമ്പോ അവിടെ എഴുതാൻ ഭർത്താവിന്റെ പേരുണ്ട്. കെട്ടി കഴിഞ്ഞിട്ടും ഭർത്താവിന്റെ പേരുണ്ട് എനിക്ക് അവിടെ എഴുതാൻ. അഡ്രസ് ഭർത്താവിനെ ഒന്നിനെ തള്ളി രണ്ടാമത്തേനെ തള്ളി മക്കളെ ഒഴിവാക്കി അങ്ങനെയുള്ളവരുണ്ട് ഈ ലോകത്ത്. പക്ഷെ സംഗീതം അതല്ല കേട്ടോ. അത് ചിന്തിച്ചോളൂ. പിന്നെ കുറെ ആൾക്കാരുണ്ട് ഈ ഗ്യാപ്പിൽ കയറി ഗോൾ അടിക്കണോ. ഈ പേര് നാച്ചുറൽ എന്താ പറഞ്ഞാ പൊന്ന ടിപ്സ് അല്ലേ? നാച്ചുറൽ ടിപ്സ് കമന്റ് വന്നു. നാളൊരു കമന്റ് നാച്ചുറൽ ടിപ്സ്. നിങ്ങൾ എന്താ പഠിക്കുന്നത്? 2 വാക്ക് പറവാ. നാച്ചുറൽ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്. അതും എന്താ വെച്ചാൽ ഈ നാച്ചുറൽ എന്ന് പറഞ്ഞത് ഒരു മറവാണ്. അപ്പൊ അവിടെ കൊണ്ടാട്ടി ഞാൻ എന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് പോട്ടെ വെച്ചിട്ട് ആള് വേറെ ആളാന്ന് മനസ്സിലായി. ഈ പരിപാടിക്ക് ഞങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് ദുഷിച്ച മനസ്സുള്ളത് ആരാന്നൊക്കെ വ്യക്തതയായിട്ട് നല്ല മധുരം അറിയാം. ആരാണ് ഈ നെഗറ്റീവ് ഇടണത് നന്നായിട്ട് അറിയാം. മനസ്സിലായി? നമ്മളൊക്കെ 3 നേരം കഴിക്കുന്നത് ചോറ് തന്നെയാണ്. മനസ്സിലായി? വേറെ ഒന്നല്ല. നീ എന്താണ് കഴിക്കുന്നത് എനിക്കല്ല. ഞങ്ങളുടെ നേരം വീട്ടിൽ ചോറ് തന്നെയാണ് കൊണ്ടുണ്ട്. അത്യാവശ്യം ബുദ്ധി വിവരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ജീവിച്ചു പോകാനുള്ള ബുദ്ധി എനിക്കുണ്ട്, വിവരം. അത് മതി. അതിൽ ഞാൻ ഇത്ര വർഷം ഒരു 40 വർഷം ഞാൻ പിന്നിട്ടില്ലേ.
15 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഇയാളുടെ കൂടെ കൂടിയതല്ലേ, ഇന്ന് വരെ ഇയാളെ ചതിക്കാണ്ട് ഇയാളെ കൂടെ ജീവിക്കാനുള്ള തന്റെ കാണിച്ചോളാം. നല്ല വഴിക്ക് നടക്കുന്നവര് നല്ല തന്തയ്ക്ക് ഉണ്ടായവരല്ല ഈ പണിക്ക് നടക്കരുത്. അതാണ് അതിന്റെ സത്യം. മനസ്സിലായ? ഇതിന് മറുപടി ആയിട്ട് കറക്റ്റ് വരിക, ഓപ്പൺ ആയിട്ട് അഡ്രസ് അടക്കം നിങ്ങൾ തരാം. അഡ്രസ് നിങ്ങൾ വാ, നേരിട്ട് വാ. എന്താ സംശയം എടുക്കാം. ഞാനൊക്കെ അങ്ങനെയാട്ടോ, നേരിട്ടുള്ള കളിക്ക് ഞാൻ നിൽക്കാറ്. ഒളിഞ്ഞും പതുങ്ങിയിട്ടുള്ള കളിക്കൊക്കെ അല്ലേ. എന്താ വെച്ചാൽ അതൊക്കെ അതിന് നല്ല തന്തയ്ക്ക് തന്നെ ഉണ്ടാവും. ഒളിഞ്ഞും പതുങ്ങി കളിക്കണോളേ നല്ല തന്തയ്ക്ക് ഉണ്ടായുള്ളല്ല. മനസ്സിലായേ? ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ആയിരിക്കും വിഷമാവെന്ന് അറിയട്ടെ. നമ്മൾക്കിത് സമതല തെറ്റിപ്പോണ കാര്യം. ഇപ്പൊ ഷെബിനെ പറയുമ്പോ എനിക്കത് എന്റെ കുണുക്കന്റെ കൂടെ എന്ന് പറയണ പോലത്തെ ഇതാണ് എനിക്ക് കേൾക്കുന്നത്. മനസ്സിലായോ? എനിക്ക് എന്റെ മക്കളാണ്. നമുക്കൊരു പരിധി ഉണ്ട്, കേട്ട് ഒരു പരിധിക്ക് എന്തായാലും നമ്മളിത് കേൾക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒരു പരിധിക്ക് അപ്പുറം നമുക്ക് കേൾക്കാൻ പറ്റില്ല. പുതിയ കൂട്ട് പിടിച്ചിട്ട് അതിന്റെ ബാക്കികളാണിത്, അതിന്റെ സത്യാവസ്ഥയാണിത്. ആരുടെ കൂട്ട് പിടിച്ചാലും ശരിക്കൊന്ന് നോക്കിയാൽ മതി. സ്വന്തമായിട്ടൊന്ന് കണ്ണാടിന്റെ മുന്നിൽ നോക്കിയാൽ നീ ആരാണ് എന്നുള്ളത്. ഞങ്ങൾക്ക് ഇത് ആരാന്ന് അറിഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ ഫംഗ്ഷന് കൂടിയത് ഇപ്പോൾ 135 പേര്. അപ്പം അതിന് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് വ്യക്തതയാണല്ലോ ഏകദേശം. ആ കമ്പനിട്ട ആൾ, അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പറയുന്നത്, വേറെ ഒന്നുമല്ല. പിന്നെ യൂസർ, സ്വന്തം പേരും വിലാസം ഇല്ലേ മോളെ. ഈ യൂസർ എന്നുള്ള പേരിലൊക്കെ എന്തിനാ ഇടുന്നത്? നിനക്ക് പേരില്ലേ? നീ സത്യം പറ, നിനക്ക് നിന്റെ തന്നി നല്ല പേരിട്ടിട്ടില്ലേ? വെളിപ്പെടുത്താൻ പറ്റിയ പേരാവില്ല. എന്തായാലും എനിക്ക് എന്റെ തന്ത നല്ല ഇട്ട പേരുകൾ വെളിപ്പെടുത്തുന്നത് സംഗീത തന്നെയാണ്. എന്നെ കെട്ടിച്ചു കൊടുക്കുന്നത് കുന്നോളത്തേക്കാണ്. ഞാൻ വരടെ നാട്ടിൽ 15 വർഷം ജീവിച്ചു. കുന്നോളത്ത് 25 വർഷം ജീവിച്ചു. മനസ്സിലായ? അപ്പൊ എനിക്ക് അവിടെ ഞാൻ കുന്നോളക്കാരി തന്നെയാണ്. അത് എനിക്ക് എവിടെ പറഞ്ഞ ആടെവിടെയും കുന്നോളം തന്നെയാണ് പറയാറ്. അത് മാറ്റി പറയേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ എന്നെ തെരഞ്ഞിവിടെ ആരും വരുന്നിരിക്കാൻ അങ്ങനെ മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. എവിടെയും ഞാൻ എൻ്റെ ഭർത്താവ് അനിൽ കുമാർ തന്നെയാണ് പറയാറ്. മനസ്സിലായ? ആ സ്ഥാനത്ത് വേറൊരാളെ പേര് നേരെ പറയേണ്ട കയറ്റി വന്നിട്ട് 2, 3 പറയുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, അതാണ് അതിന്റെ കാര്യം. ആരെങ്കിലും വല്ല വിഷമം ക്ഷമിക്കണം കേട്ടോ. അതായത് നമ്മളെ തേക്കണല്ല നമ്മൾ കേൾക്കുന്ന രീതി പരിധികളുണ്ട്. മനസ്സിലായോ? ഇപ്പൊ ഒരു ഹണി റോസ്, ആ സ്ത്രീനെ എന്തിനാണ് ഇതിൽ വലിച്ചിറക്കേണ്ട ആവശ്യം? അവരവരുടെ ഫീൽഡിൽ നടക്കണം അല്ലേ? ഓരോരുത്തർക്കും ഓരോ തൊഴിലുകളാണ് അല്ലേ? അതിന് എന്തിനാ എന്നെ കൂട്ടി യോജിക്കേണ്ട ആവശ്യം? ആ കുട്ടിക്ക് കുറച്ച് ബ്രസ്റ്റ് ഉണ്ടോ, മാറുണ്ടോ, അല്ലെങ്കിൽ ചന്തയുണ്ടോ? അതാണോ? ഇനി അതുള്ള പെണ്ണുങ്ങളൊന്നും നാട്ടിലൊക്കെ ഹണി റോസ് ആവോ? ഇതൊന്നും ഇല്ലേ? പറഞ്ഞെഴുതിയോ നമുക്ക്, അല്ലെങ്കിൽ എഴുതിയോ എൻ്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കൊന്നും ഇതില്ലേ? നിന്റെ വീട്ടിൽ ആർക്കും ഇല്ലേ ഈ മാറും ചന്തയൊന്നും? അതുണ്ടാവില്ല. ഹണി റോസിന് മാത്രമുള്ള ഈ മാറും ചന്തി, ഹണി റോസിന് പിന്നെ എനിക്ക് മാത്രമുള്ള ഈ 2 സാധനം, വേറെ ആർക്കും ദൈവം തന്നു. അതുകൊണ്ടാണ് രണ്ടാളെന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഈ പറഞ്ഞില്ലേ, അത് ഒറ്റ തന്തയ്ക്ക് ഉണ്ടായതല്ല. അതാണ് അതിന്റെ സത്യം. നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം വരെ നമ്മളെല്ലാം ക്ഷമിച്ചും സഹിച്ചു നിൽക്കും. ഒരു യൂട്യൂബ് ചാനലുണ്ട്, സത്യമാണ്. ഞാൻ അത് ആ വരുമാനം തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ അത് കേട്ടിട്ട് പരിധിക്ക് അപ്പുറം നമ്മൾക്ക് അത് കേട്ട് നിൽക്കേണ്ട കാര്യമില്ല. മനസ്സിലായി? ഞാൻ വേറെ ലോകത്ത് ആരെ വെച്ച് പറഞ്ഞ ഒരു തേങ്ങയില്ല. മനസ്സിലായ? പക്ഷെ എനിക്ക് എൻ്റെ മകൻ, എൻ്റെ മുണുക്കൻ്റെ എന്തെങ്കിലും ഒരാളെ വെച്ചിട്ടാണ് എൻ്റെ കൂടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായ? എനിക്കത് പരിധിക്ക് അപ്പുറം ദേഷ്യം വരുന്നൊരു കാര്യം. വേറെ എന്ത് നിങ്ങൾ പറഞ്ഞു, അഹങ്കാരം എന്ത് പറഞ്ഞു, എനിക്കതിൽ വിഷമില്ല. പക്ഷെ ഈ അവിഹിതം ഉണ്ടല്ലോ, അത് സംഗീതയ്ക്ക് ചേർന്നല്ല കേട്ടോ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി. അത് ചേർന്നവരാണ് ഈ യൂട്യൂബ് ചാനലിൽ ഈ പറഞ്ഞ വീഡിയോ എടുത്ത് കഷ്ടപ്പെട്ടിരിക്കേണ്ട കാര്യമില്ല. ആ പണിക്ക് നടന്ന പരിക്ക് കാശിന് ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്തിട്ടുണ്ട അങ്ങനെ ചെയ്യണവരില്ലേ? ആ കാശോട് ജീവിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവ്, ഞങ്ങൾക്ക് സമാധാനത്തിൽ ജീവിക്കാനുള്ള വരുമാനമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട്. അത് മതി കേട്ടാ. അപ്പൊ ഇനി അടുത്ത സ്നേഹിക്കണവരോടാണ് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞേ നമുക്ക് എന്തും പറയാം. ഒരു 2 അവസ്ഥ കുണുക്കന്റെ ഭാര്യ, കുണുക്കന്റെ ഭാര്യ രണ്ടും പറ്റി പരമാനായിട്ട് കേൾക്കുമ്പോൾ അവസ്ഥ ഈ പറഞ്ഞ മാതിരി പറഞ്ഞില്ലേ, അത് അഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല. തെറ്റുകൾ മാത്രം ചെയ്യുന്നവർക്കാണ് ഈ പണികൾ ചെയ്യാൻ പറ്റുള്ളൂ. പറഞ്ഞു കിടക്കാനും കാര്യങ്ങളൊക്കെ. നമ്മൾക്ക് ഒരു കുടുംബത്ത് ചിലപ്പോൾ ഒരു കുടുംബത്തെ അച്ഛൻ ആരത് എന്താ പറഞ്ഞ അപ്പോൾ നമ്മൾ പറഞ്ഞത് എൻ്റെ പൊന്നു വിളിച്ചിട്ട് വേറെ ഒന്നിൻ്റെ പൊന്നു വിളിച്ചത്, പൊന്നും ഷേപ്പ് കൂടിയിട്ട് പുറത്തേക്ക് സാധനം മേടിക്കാൻ പറ്റും. അപ്പോൾ എന്താ വിരിക്കണേന്ന് ഞങ്ങൾ ചോദിക്കാനായിട്ട് വിളിച്ചത്, വേറെ ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഒരു വീടായി കഴിഞ്ഞാൽ അവിടെ അച്ഛൻ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, മക്കളുണ്ടാവും. അവരുടെ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ മോൻ കെട്ടി വന്ന പെൺകുട്ടികൾ. അപ്പോൾ ഈ മരുവോടെ ഒരു വീട്ടിൽ വന്നാൽ മരുവോട് ആ മനുഷ്യൻ നമ്മളൊന്നുമില്ല. അല്ലപ്പോൾ ഒരു മരുവൻ ഈ വീട്ടിൽ നിൽക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചാൽ ആ വീട്ടിൽ പാടാൻ മനുഷ്യനില്ലേ?
മനുഷ്യന്മാരെ ചത്തോടത്തേക്ക് മാത്രം ഇപ്പോഴെല്ലാം ഒറ്റയ്ക്കും പറ്റിയൊക്കെ കൂട്ടുകുടുംബമായി ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഏട്ടന്മാരുണ്ട്, ഏട്ടന്മാർക്ക് മക്കളുണ്ട്. ഇപ്പൊ 6 ചേട്ടനന്മാരാ. അവർക്ക് ആമക്കളുണ്ട്, കാരനുണ്ട്, പെങ്ങളുണ്ട്, പെങ്ങൾക്ക് മോനുണ്ട്, ഭർത്താവുണ്ട്. ഇവരൊക്കെ ആയിട്ട് ഞാൻ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ആരാണെന്നുള്ള സ്വയബോധം നമുക്ക് ഉണ്ടായാൽ മതി. നമ്മുടെ കൂടെ ചുറ്റും വശത്തുള്ളതൊക്കെ ആര്. ഞാനിപ്പോൾ അനിയൻ്റെ വീട്ടിൽ അനിയൻ്റെ ഏട്ടന്മാരായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് സ്ഥാനത്ത് ഞാൻ കണ്ടിട്ടില്ല. മക്കളേനെ ആയാലും ഏട്ടന്മാരെ മക്കൾ. അപ്പം അവരെന്നെ പേര് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവരുടെ പേര് വിളിച്ചത് എന്താ വെച്ചാൽ ഏകദേശം ഞങ്ങൾ ഓരോ പ്രായക്കാരാണ്. അപ്പം അതിനായിട്ട് എന്നോട് ഒന്നാ പറഞ്ഞെന്നുള്ളൂ, നീ മേമയാണ്, നീ മേമയുടെ സ്ഥാനത്ത് നിൽക്കണം. പ്രായം ഒന്നായിക്കോട്ടെ, പക്ഷെ നീ മേമ അതൊക്കെ 15 വയസ്സ് കയറി. അപ്പം എന്നോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ പേര് വിളിച്ചാൽ മതി. ഞാൻ കുട്ടി ഞാൻ അവരോട് കല്ല് കളിക്കായിരിക്കും, മാങ്ങ പറക്കാൻ നടക്കും. എന്താ വെച്ചാൽ പിള്ളേർ സെറ്റ് കൂടെ നടക്കുക വെച്ചാൽ എൻ്റെ പ്രായം അവരുടെ പ്രായം ഒന്നാ. അപ്പം എത്ര കല്യാണം കഴിഞ്ഞ് വന്നാലും ആ വീട്ടിൽ പണികൾ കഴിഞ്ഞാൽ അവർ ഒഴിഞ്ഞ് നിൽക്കുന്ന സമയം അവരുടെ കൂടെ ബാക്കിൽ മാങ്ങ പറക്കാൻ അല്ലെങ്കിൽ കല്ല് കളിക്കാൻ പോയിരിക്കുമ്പോൾ കല്ല് കളിക്കാനൊക്കെ കൂടും അവരുടെ. അപ്പോൾ എന്നോട് പറഞ്ഞു നീ മേമയാണ്, നിൻ്റെ മേമയാണെന്നുള്ള സ്ഥാനം നീ കളയരുത്. അവർ പേര് വിളിക്കുമ്പോൾ അനുവദിക്കുക, നിൻ്റെ മേമാൻ എന്നെ വിളിക്കണം. അത് അതിനിടയ്ക്ക് അന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ ഓരോ വാക്കുകളും അന്നുള്ളത് ഇന്ന് എൻ്റെ മനസ്സിലുകൊണ്ട് തന്നെ ഞാൻ ജീവിക്കുന്നത്. മനസ്സിലായ? ഒരു 15 വയസ്സുകാരാണെങ്കിലും പ്രായം എന്നൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ തിരിഞ്ഞും പോണൊക്കെ പ്രായമാണ്. 45 ദിവസമായിട്ട് ഈ മനുഷ്യൻ കല്യാണം ആയിട്ട് 45 ദിവസമായിട്ട് ഗൾഫിൽ പോയത്. 1 വർഷത്തോളം ഈ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു, ആളുടെ വീട്ടിൽ. മനസ്സിലായി? എന്തെങ്കിലും തെറ്റ് ചെയ്തോണ്ടോ ചോദിച്ചോക്ക്. മനസ്സിലായോ? അതായത് നമ്മുടെ സാഹചര്യം സമ്മർദ്ദമാണ്. ഇപ്പൊ പൊന്നൊരു സാഹചര്യം, അവർക്കൊരു വാടക വീട് എടുത്തിരിക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല, അവർക്ക് കാശുണ്ട്. എന്തിനും മറ്റുള്ളവർക്ക് റെന്റ് കൊടുക്കണു. അല്ലെങ്കിൽ ഉണ്ണീനെ കൊണ്ടിപ്പോ പോവാൻ അവൾക്ക് ഇപ്പൊ ഉണ്ണീനെ നോക്കാൻ ഒരാളുടെ ആവശ്യമാണ്. ഒരു ഗർഭകാലം ഞങ്ങളെ ചെറിച്ച് നിന്ന് ഞങ്ങളുടെ ഫംഗ്ഷൻ നടത്തിയത് അങ്ങോട്ട് ദഹിച്ചില്ല. ആ ദഹനക്കുറവാണ്. മനസ്സിലായ? ദഹനത്തിന് വേറെ പണിയൊക്കെ ഉണ്ടല്ലോ. അവര് ചെയ്യണതിനനുസരിച്ച് നമ്മൾ ചെയ്യാണെങ്കിൽ ആ കുടുംബം ഇന്ന് നിലയ്ക്ക് പോവില്ല. നമ്മൾ വിചാരിക്കുന്ന കുടുംബമാണെങ്കിൽ ഞങ്ങൾ വിചാരിക്കുന്ന ഒരു കുടുംബത്തിനാണ് ഈ കമന്റ് വന്നിട്ട് നമുക്ക് ഇതിനൊക്കെ പ്രതികരിക്കാൻ അറിയാം. പക്ഷെ ഈ തറ പണിക്ക് നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ. ഞാൻ എന്നോടിപ്പോ കുഞ്ഞ വന്ന് പറയും, പൊന്നും പറയും, ഇങ്ങനെ അങ്ങനെ ചെയ്തു തുടങ്ങണം. അപ്പൊ ഞാൻ എന്താ വേണ്ട, ചെയ്യട്ടെ കേട്ടോ, ചെയ്യണവരങ്ങനെ ചെയ്യട്ടെ, അവരുടെ സമ്പത്ത് വേണ്ടട്ടെ. എന്നെ സംബന്ധിച്ച് എനിക്ക് ജീവിക്കണം. ആര് തോൽപ്പിക്കാനോ ആരേനും കാലിന്റെ അടിയിട്ട് ചേർക്കാനല്ല എനിക്ക് ജീവിക്കണം. എന്റെ ഭർത്താവ് നല്ല നിലയ്ക്ക് ജീവിക്കണം. അത്രേ ഉള്ളൂ. അതാ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? കുഴിയിലേക്ക് പോകുമ്പോഴും ഞങ്ങൾക്ക് സംതൃപ്തി ഉണ്ട്. എന്നിട്ടാന്നറിയോ, ഞങ്ങൾ രണ്ടാളുടെ മനസ്സിൽ ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ. ആ സ്ഥലത്തേക്ക് വേറൊരാൾ കയറുകയില്ല. അതാണ് ഏറ്റവും വലിയ വിജയം. ഒരു പെണ്ണ് അത് കണ്ടിട്ട് അസൂയപ്പെടുന്നതാ, വേറെ ഒന്നല്ല അതിന്റെ കാര്യം. തല്ലൂടിക്കുക, വേറെ ഇതിലൊന്നും പങ്കില്ല. ഒരു കല്യാണം കഴിഞ്ഞ വീട്ടിലെ ചെക്കന് വേണം ഉമ്മയ്ക്കാൻ. എന്റെ മുന്നേ ഉമ്മയ്ക്ക് ഇതൊന്നും തെറ്റല്ലോ. കല്യാണം കഴിഞ്ഞ് 10-15 വർഷം ജീവിച്ച ഒരു ഭാര്യ ഭർത്താവ് ഉമ്മയ്ക്ക് അത് ഭയങ്കര തെറ്റായി, അത് മോശമായി, തള്ളായി. എനിക്കൊരു പേരക്കുട്ടി ഉണ്ടായിട്ട് എനിക്ക് എന്റെ ഭർത്താവിനും മുടക്കാൻ പറ്റില്ലേ? പേരക്കുട്ടി ഉണ്ടായതാണ് എൻ്റെ കുറ്റം. എൻ്റെ കുറ്റം കൊണ്ടല്ല പേരക്കുട്ടി ഉണ്ടായത്. മോളോട് മരോനോട് ഇങ്ങനെ എന്താ നിങ്ങൾക്ക് കുട്ടി ഉണ്ടായത്? എന്റെ കാര്യം കൊണ്ടല്ല. എനിക്ക് എന്റെ ഭർത്താവ് ഉമ്മയ്ക്കുന്ന നിൽക്കും. നിങ്ങൾ ഉമ്മയുടെ രൂപത്തിൽ മാത്രം കണ്ട് നിങ്ങളെ ഉമ്മ വൃത്തിയായിട്ട് രീതിക്ക് നിങ്ങൾ ചിന്തിക്കണ്. അങ്ങനെ വൃത്തിയായിട്ട് അച്ഛൻ മോൾക്കും മുടക്കാറില്ലേ, മോൾ അച്ഛനും മുടക്കാറില്ല. ഇതൊക്കെ ഈ വൃത്തിയായിട്ട് കണ്ണിലൂടെ വൃത്തിയായിട്ട് ചിന്തകളോടാണ് ചിലപ്പോ എനിക്ക് തോന്നുള്ളൂ. നിങ്ങളുടെ ഉമ്മ ചിലപ്പോ ആ രീതിയിലാണ് വികാരം കൊണ്ടുള്ള ഉമ്മയല്ല. മനസ്സിലാക്കുക, അത് സ്നേഹ. ഇന്നലെ ഇവിടെ ഇതുപോലെ ഞാൻ അറിയണം ഉമ്മ എന്നിട്ട് ഒരു കുതിര വരെ പാടത്താം. എന്നിട്ട് അറിഞ്ഞില്ല ഞാൻ ഉമ്മത്തോട് ചേട്ടൻ ഞാൻ ചിന്തിക്കയ്യോ ആൾക്കാരുണ്ടല്ലോ നിൽക്കാൻ ഓർമ്മയില്ല എവിടെ വെച്ചിട്ടാ അറിഞ്ഞില്ല. ഞാന് ചിന്തിച്ചില്ല. പെട്ടെന്ന് അച്ഛൻ നിൽക്കുമ്പോൾ ഞങ്ങൾ കിടക്കുന്നതിനോട് അതെന്താ വെച്ചാൽ എൻ്റെ ശീല. അത് ഞാൻ എപ്പോഴും അജയുടെ എവിടെ നിൽക്കുമ്പോൾ അല്ലെ ഇവിടെ കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഇവിടെയാ. തിരിഞ്ഞു നിൽക്കുമ്പോ അത് അജയുടെ അറിഞ്ഞില്ലേ? ഞാൻ അത് നമ്മൾ അത്തേത്ത് വേറെ ചിന്തകളല്ല. എനിക്ക് ഈ ആളോട് ഇഷ്ടമാണത്. അതൊന്നും അങ്ങനെ സ്നേഹിക്കാൻ കണ്ടവരാണ് നമ്മള് ഉമ്മയ്ക്ക്. ഞാൻ കൊടുക്കാൻ ഉമ്മയ്ക്കുണ്ട്, കുടിക്കാൻ ഉമ്മയ്ക്കുണ്ട്, എല്ലാവർക്കും ഉമ്മ കൊടുക്കണ്ട. അതേ എന്താ പിന്നെ ചൂടെടുക്കണ്ട, അവിടെ അടുത്ത് വാ, ചേട്ടാ ചൂടെടുക്കണ്ട, അവിടെ മോന്
ഇതുപോലെയൊക്കെ സ്നേഹിച്ചു വളർത്തിയതാണ് പൊന്നുവിനെ. ആ പൊന്നിന്റെ ഭർത്താവിനെ പറ്റിയിട്ട് പറയുമ്പോൾ നമുക്കത് വേദനിക്കും. മനസ്സിലായ? അതാ പറഞ്ഞു കൊടുക്കുള്ള കരച്ചിലായിട്ട് ഞാൻ എന്നെ സ്നേഹിക്കുന്നവരോട് പറഞ്ഞതാ. ഞാൻ ഇങ്ങനെ വീഡിയോ പ്രതികരിച്ചിടാനുള്ള കാരണം നിങ്ങളോട് പറഞ്ഞു കേട്ടോ. അവള് ഈ പറഞ്ഞ കമ്പനിയിലല്ല ഞാൻ, പക്ഷെ ഞാൻ പറയണത് നമ്മുടെ മോൻ്റെ കൂടെ ഒരു അമ്മ മോൻ്റെ കൂടെ ആണെന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന എന്താ? പറഞ്ഞോട്ടെ, അവര് പറഞ്ഞോട്ടെ, നമുക്കിതൊന്നും കാര്യമാക്കട്ടെ കാര്യമില്ല. അത് അല്ല നമ്മളെ പറയണൊന്ന് നേരിട്ടിട്ട് ദൈവം. പക്ഷെ എന്റെ പ്രാർത്ഥന ദൈവം എന്തെങ്കിലും ഇപ്പൊ ഈ യൂസർ നമുക്ക് വേണമെങ്കിൽ ശകഞ്ഞ് മെനക്കെട്ട് പിന്നാലെ നടന്നാൽ യൂസറിന്റെ പുറലോകം നമുക്ക് കാണിക്കാം. ഈ കമന്റ് ഏത് സ്ഥലത്തുനിന്ന് ഇട്ട കാരണം നമുക്ക് വേണമെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്ത് നമുക്കത് എടുക്കാനുള്ള വകുപ്പ് ഉണ്ട്. ഇപ്പോ ഞങ്ങൾക്ക് ഇതിന് പിന്നാലെ നടക്കാൻ പറ്റാത്തതുണ്ട്. പക്ഷെ ക്ഷേമ കെട്ടാച്ചപ്പോ ഞാൻ ഇത് നടക്കും. ഞാൻ ദൈവത്തിനോട് കുണിക്ക് ശബ്ദം. ഞാൻ ഒരിക്കലും ഒരു കള്ളം കടന്നു ഞങ്ങളുടെ വീട്ടിൽ. ഒരു എത്ര വർഷം മുന്നേ? ഒരു 15 വർഷമായിട്ടാണ്. 15 വർഷം? 15 വർഷം, ഒരു 10-16 വർഷം ഏകദേശം സമയത്ത് നമ്മുടെ വീട്ടിൽ കള്ളം കടന്നു കേട്ടോ. കള്ളം കടക്കഴിച്ചാൽ നമ്മള് ആ സമയത്ത് കുഞ്ഞിന്റെ ചികിത്സയിലുള്ള സമയത്ത് നമ്മൾ വീടിന്റെ പണി എങ്ങനെയാ കഴിച്ചതെന്ന് നമുക്ക് മാത്രം അറിയണ കാര്യം. അത്രയും കഷ്ടപ്പെട്ടിരുന്ന വെച്ചാൽ അത്രയും ലക്ഷങ്ങൾ ഞാൻ കുഞ്ഞിന് ചെലവാക്കി വന്നിട്ട് ബാക്കിലാണ് ഒരു വീട്, നമുക്ക് താമസിക്കാൻ ഒരു വീടില്ല. അപ്പൊ ഞാൻ എന്നോട് ഒന്നാ പറഞ്ഞത് വാർപ്പ് കഴിഞ്ഞെടുക്കണ സ്ഥലം. അപ്പൊ ഞാൻ എന്നോട് ഇടയ്ക്ക് കാര്യം ചെയ്യും, ഒരു റൂം ടൈലിട്ടെന്നാൽ മതി. അത് ഞാൻ പറഞ്ഞു, ഒരു റൂമും ഒരു ബാത്റൂമും ആ റൂമിലേക്ക് ജനലിന് ഡോർ വെച്ചുതരാം, ഫ്രണ്ടും ബാക്ക് ഡോർ വെച്ചുതരാം, ബാക്കി എന്നോട് ഒന്നും ചെയ്യണം. 2 വെച്ചാൽ ഞാൻ എൻ്റെ മക്കളെ പിടിച്ചിട്ട് അവിടെ ജീവിച്ചോണ്ട് കടവ് നമുക്ക് ആരും സഹായിക്കാനോ പിടിക്കാനോ സമയത്തില്ല. അപ്പോഴും ഞാൻ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യം, നമ്മൾ കുഞ്ഞിൻ്റെ ചികിത്സ. അങ്ങനെ ഞങ്ങൾ നവംബർ 15-ാം തീയതിയാണ് RCCന്ന് ഡിസ്ചാർജ് ചെയ്താൽ ഞങ്ങളുടെ ഫസ്റ്റ് കോഴ്സും സെക്കൻഡ് കോഴ്സും ഹൈ ഡോസും കഴിഞ്ഞിട്ട് വരുന്നത്. വീണ്ടും വാർപ്പുണ്ട്. ഞങ്ങൾ ജനുവരിയില ഡിസംബറിലാണ് താമസിക്കും. പോവാണ്ടായിരുന്നുള്ളൂ. 10-45 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ഒരു കാര്യം എന്നോട് ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ കാര്യം ചെയ്തത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എന്തെങ്കിലും റൂം ടൈലിടാൻ പറഞ്ഞ് വേറെ ഒന്നുമല്ല. കുഞ്ഞിന് പൊടികളോ കാര്യങ്ങളോ ഒന്നും പിന്നെ. അപ്പം കുഞ്ഞിന് റൂമിന്റെ ബാത്റൂമിൽ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ അവിടെ ഫുഡും കാര്യം കൊടുത്ത് ഈ റൂമിൻ്റെ ഉള്ളിൽ അവിടെ നോക്കാം. പുറത്തേക്ക് ഇറക്കാൻ പറ്റില്ലല്ലോ, മാസ്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നത്തെ കാലത്ത് ഇപ്പൊ മാസ്ക് ഇപ്പൊ കോമൺ ആയി അന്ന് അങ്ങനെയല്ലോ. അപ്പൊ അവളെ അങ്ങനെ നോക്കാം എന്നിട്ട് അങ്ങനെ ചെയ്താണ്. പക്ഷെ ദൈവത്തിന്റെയോ ആരുടെയോ ഞങ്ങൾക്ക് ദൈവത്തിന്റെയോ ആരുടെയോ അനുഗ്രഹത്തിന് കാര്യങ്ങളൊക്കെ വീട് ഫുള്ളും ഡെയിലിട്ടു. ജനലുകൾക്കൊക്കെ ജനലിലേക്ക് ഡോർ വെച്ചു, എല്ലാ റൂമിനും വാതിൽ വെച്ചു, ഫ്രണ്ട് ഡോർ എല്ലാം, അടുക്കളയത്ത് ബാത്റൂം എല്ലാം പണി കഴിച്ചു. ആകെ പെയിന്റ് അടി വൈറ്റ് വാഷ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയെന്ന് ഓരോന്നും നമ്മൾ കഷ്ടപ്പെട്ട് ചെറുപട്ടെ വീട് ഒരു ദിവസം കൊണ്ട് ഒരാൾ വന്നിട്ട് തല്ലി പൊളിച്ച് കുത്തി പൊളിച്ച് ഡോറ് ജനല ഇതൊക്കെ കുത്തി പൊളിച്ചിട്ട് പോയപ്പോഴേ അന്ന് എന്നെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പൊളിഞ്ഞിട്ട് ഡോറിന് ഇതിൽ കുറ്റിയില്ലാത്ത ആര് വീട്ടിലും ഞാനൊരു രാത്രി എന്താ വെച്ചാൽ നമ്മൾ വന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി വരുമ്പോൾ നമുക്ക് പിന്നെ ആശയം വെച്ചിട്ട് ഡോർ കുറ്റിയൊക്കെ വയ്ക്കാൻ നമുക്ക് നേരില്ലല്ലോ. അപ്പം അന്നത്തെ രാത്രി ഞങ്ങൾ അന്ന് ഈ കള്ള കയറണമെന്ന് ഞങ്ങൾ വീട്ടിലില്ല കേട്ടോ. അപ്പൊ പിറ്റേ ദിവസം കള്ളം കയറി രാവിലെയാണ് വിളിച്ച് പറഞ്ഞിട്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ വീടാകെ കുത്തി പൊളിച്ച് നശിപ്പിച്ചിട്ട് ടൈലൊക്കെ പൊളിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയി. അപ്പൊ ഞാൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമാണ് കേട്ടോ. പലരും ഞാൻ ഇപ്പോൾ വിഷ്ണുമാരുടെ അമ്മ വീഡിയോ ഇടില്ല, വിഷ്ണുമാരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കാറ് മാത്രമല്ല. എൻ്റെ എന്താ കാശില്ല വെച്ചാൽ അതവിടെ വഴിപാടിടും. വേറെ ഒന്നും ഈ വഴിപാട് അവിടെ ചോറ് കഴിച്ചിട്ട് വരും. അത് ഇടയ്ക്ക് ആഴ്ചയിൽ പറ്റുന്ന 2 ദിവസമായിട്ട് ഞങ്ങൾ വിഷ്ണുമാരാൻ പറ്റിയെങ്കിൽ ഇനി ഞാൻ എത്താൻ ശ്രമിക്കാറുണ്ട്. ഞങ്ങളുടെ മനസ്സിലൊരു വിശ്വാസമാണ് അത്. വേറെ ഞങ്ങൾ അവിടെ ഒരു കർമ്മം എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ പിന്നാലെ നമുക്ക് ചെയ്യാനുള്ള അതിനെ പറ്റി നടക്കുകയാണെങ്കിൽ അതിനെ പറ്റി കുറച്ച് ചെയ്യണം ഒന്നുമില്ല. ഞങ്ങളുടെ 100 രൂപയുള്ള ആ 100 ഞങ്ങൾ എല്ലാവരും ഒഴിച്ചിട്ടിടും. അല്ലെങ്കിൽ 50 ആണെങ്കിൽ 250 ഉള്ളത് എല്ലാവരും ഒഴിച്ചിട്ട് അവിടെ ഇടും. ഇതാണ് ഞങ്ങൾ ആകെ വിഷ്ണുമായിട്ട്. അപ്പം ഞാൻ വിഷ്ണുമായുടെ ഒന്നാ പറഞ്ഞു, വിഷ്ണുമായ എൻ്റെ വീട്ടിൽ ഇങ്ങനെ കള്ളം കയറി നശിപ്പിക്കുക അയാൾ എനിക്കൊരു 5-6 മാസത്തിൻ്റെ ഉള്ളിൽ എൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരണമെന്ന് ഞാൻ ദൈവത്തിനോട് ഒരുക്കി പ്രാർത്ഥിച്ചു കേട്ടോ. അയാൾ 82 കക്കാൻ തുടങ്ങിയതാണ്. അതായത് ഞാൻ ജനിക്കുന്നത് ഞാൻ 82 തുടങ്ങിയത് അത്ര അതിൽ കക്കാൻ. ഒരു ആശേരി ആയിരുന്നു, പാലക്കാട്ടുകാർ ആശേരി. അയാൾ ഏത് പോലീസുകാരൻ്റെ അവിടെ ലാസ്റ്റ് കയറിയത് എനിക്ക് തോന്നുന്നു.
അയാളെ വീട്ടില് അത് കോടതി നിറച്ചു ജനങ്ങള്. എന്നിട്ട് കിളങ്ങനെ കോടതിയിൽ വിളിപ്പിച്ചിട്ട് വന്നു. കേസ് സ്വർണ്ണം കൊണ്ടുപോയിരുന്നു കിട്ടാൻ. അന്നിപ്പോ ഇവര് കോടതി നിറച്ച് ഇയാള് കയറി വീട്ടിലെ ആൾക്കാർ നിറച്ച് ചോദിക്കുമ്പോ ഇയാള് കയറണം. അപ്പൊ ഞാൻ 3 വീട് പണിച്ചിട്ട് വാടകയ്ക്ക് 3 വീടൊക്കെ പറഞ്ഞ് വാടകയ്ക്ക് മോളെ നല്ല നില കെട്ടി ഒരു ഗോഡൌൺ വന്നിട്ട് ഈ കട്ട സാധനമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വർണം മാത്രല്ല എല്ലാതും പഞ്ചസാര ചായ നല്ല ഭാര്യ ഇതൊക്കെ ഭർത്താവ് കൊണ്ടുമ്പോ എവിടുന്ന കൊണ്ടുവരുന്ന പോലെ ഭാര്യ ചോദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിൽ അതായത് അന്നേട്ടൻ ഗൾഫിൽ പോണേന്റെ ഗൾഫിൽ പോയതിന്റെ പിറ്റേ ദിവസമാണ് ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറുന്നത്. അതായത് ഏപ്രിൽ 16-ാം തീയതി എന്നിട്ട് ഗൾഫിൽ പോയി ഏപ്രിൽ 17-ാം തീയതിയാണ് കള്ളം കയറുന്നത്. വിഷു കഴിഞ്ഞ് വിഷു കടിക്ക് വെച്ച പലഹാരം കാരണം പിന്നെ എന്നിട്ട് പോകുമ്പോൾ എന്നോട് പറഞ്ഞു ഇനി പോയി 2 മാസമായിട്ട് സാലറി കിട്ടിയിട്ട് വേണം കഴിച്ചാൽ. ഇനി 2 മാസമായിട്ട് പലചരക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ 2 മാസം പലചരക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ദേവേട്ട ഗൾഫിൽ നിന്ന് തോന്നുന്നു കുറച്ച് മിഠായും പാൽപ്പൊടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അഞ്ഞേട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. ആകെ ഒരു തരി പഞ്ചസാരയും ചായ ഒഴിച്ച് ബാക്കി വീട്ടിലെ സാരി അടിപ്പാവാട പുതിയ ഷെഡ് പ്രൈസർ ഗൾഫിൽ തോന്നുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ആവശ്യത്തിന് ബാക്കിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെച്ചിരുന്നു. ഷെഡ് പ്രൈസർ അടിപ്പാവാട സാരി പിന്നെ ഡിന്നർ സെറ്റ് ഉണ്ടായിരുന്നില്ല നമ്മുടെ ആൾക്കാർ വരുന്ന. അപ്പൊ ഒരു 6000 കൊടുത്ത് ഡിന്നർ സെറ്റും ചില്ലറ ബാറ്ററി കുട്ടികളെ കളിപ്പാട്ടുണ്ട് ബാറ്ററി എന്താ പറയാ. എന്റെ കൈ പോലും വീടിന്റെ എല്ലായിടത്തും എത്തിയിട്ടില്ല. മൂക്കുത്തി അടക്കം കൊണ്ടു കമ്മല് മൂക്കുത്തി ഭാഗ്യത്തിന് അതിനോട് സജ്ജി ചെയ്യണ്ട. അത് ഇവിടെ വെച്ചത് കുഞ്ഞെ പോണ കുടിക്ക് പോണത് കുഞ്ഞെടുത്ത് കഴുത്തിട്ടോ. അത് പോയി കിട്ടിയില്ല. അത് അല്ല ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഓരോ സാധനം കൊണ്ടുപോയിട്ട് ഇവിടെ പാടത്ത് വെച്ചിട്ട് എന്താ പറയുക പാടത്തിന്റെ അടിയിൽ വെച്ചു. പാടത്തിന്റെ അടിയിൽ വെച്ചു 2 ദിവസമായിട്ട് കൊണ്ടുപോയിട്ട് കേസ് വന്നപ്പോഴേ. അപ്പൊ ഏപ്രിലാണ് പോയത്. ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ 30 ഒക്ടോബർ 6 മാസത്തിനുള്ളിൽ ദൈവത്തിനോട് സെപ്റ്റംബറിൽ ഈ കള്ളനെ പിടിച്ചോണ്ട് പെരുന്നാളെ ഞങ്ങൾ പള്ളി പെരുന്നാൾ. അപ്പൊ അതിനായിട്ട് പെങ്ങളുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ രാത്രി 8 മണിയാകുമ്പോഴേക്കും എന്നെ പോലീസുകാർ വിളിച്ചു. നിങ്ങൾ വീട്ടിൽ കയറി കള്ളനെ പിടിച്ചിട്ടുണ്ട്, തെളിവെടുപ്പിന് വീട്ടിലേക്ക് കൊണ്ടുണ്ട്. രാത്രി 8 മണിയുണ്ട്. അപ്പോൾ ഞാൻ പറയും സാറ് ഞാൻ അവിടെ ഇല്ലേ അങ്ങനെ. അപ്പം വേണ്ട കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് അവിടെ വീടിൻ്റെ അവിടെ കൊടുത്തിട്ട് ഞാൻ അതിനെ പോകുന്നുള്ളത്. ജസ്റ്റ് ഞങ്ങൾക്കത് ഞങ്ങളുടെ വീടിൻ്റെ 4 വീട് അപ്പുറത്തും ഈ സെയിം കളറുണ്ട്. അപ്പോൾ അവിടെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതോടാണ് ഞാൻ പറ്റില്ല സാറേ, എനിക്ക് അയാളെ കാണണം. എൻ്റെ വീട് ഇങ്ങനെ നശിപ്പിച്ചെങ്കിൽ എനിക്ക് അയാളെ കണ്ടേ പറ്റൂ എന്നാണ്. അങ്ങനെ പെങ്ങളോട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് 10 മിനിറ്റ് നടക്കാനുള്ളൂ. ഞാൻ നടന്നില്ല. അന്നൊന്നും പിന്നെ ഇങ്ങനെ ഓട്ടോറിക്ഷ വിളിക്കാൻ പറ്റില്ല. അപ്പം നടന്നിട്ട് ഞാൻ ആ മിനിറ്റിൻ്റെ ഉള്ളിൽ അവിടെ നിന്ന് നടന്ന് രാത്രി 8 മണി പെരുന്നാളല്ല, എല്ലായിടത്തും ലൈറ്റും ജനങ്ങളാണ്. അവർ പേടിക്കണ്ടല്ല. ഞാൻ അവിടെ നിന്ന് വന്ന് കുറച്ച് നേരത്തേക്കും കള്ളനും കൊണ്ട് പോലീസുകാരെ എത്തി. ഞാൻ അയാളോട് നാണുണ്ടോ തനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം. അയാളോട് പോലീസുകാരൊക്കെ നോക്ക് എത്ര കഷ്ടപ്പെട്ട് പണിത് വീടാൻ തനിക്ക് ഇങ്ങനെ വെട്ടി പൊളിക്കും. തനിക്ക് അതിന് കട്ടിട്ടല്ലേ ചെയ്യുള്ളൂ. അധ്വാനിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അയാളോട് ചെയ്തോളൂ. പോലീസുകാരിനോട് പറയാം എല്ലാ വീട്ടിലും കള്ളനെ കൊടുത്ത വീട്ടമ്മമാര് പറയും കള്ളനെ കാണണ്ടെങ്കിൽ വേണ്ട, കള്ളനെ കാണണ്ട പേടിയാ. ഇതാദ്യമായിട്ട്. അപ്പൊ ഞാൻ പറയാം കള്ളൻ എന്ന് പറഞ്ഞത് ഒരു മനുഷ്യൻ തന്നെയല്ലേ. അയാൾ കള്ളനായതല്ലേ, അല്ലാണ്ട് പ്രേതവും വിശ്വാസം ഒന്നല്ലല്ലോ പേടിക്കുക. എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ വീട് അയാൾ അതുപോലെ പോയി വെട്ടി നശിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ആ മനസ്സിൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞു തന്ന ഒരു വീട് അങ്ങനെ ആക്കിയപ്പോൾ നമുക്ക് വന്ന് ദേഷ്യം. അപ്പം അതേപോലെ ഞാൻ പറഞ്ഞു വന്നതല്ല, ഈ യൂസർ എന്നെങ്കിലും എൻ്റെ മുന്നിൽ ദൈവത്തിന് ഞാൻ ആഞ്ഞൊന്ന് വിളിച്ചെന്നെ എന്നെങ്കിലും എൻ്റെ മുന്നിൽ ഞാൻ ചാവണേൻ്റെ മുന്നിൽ ഉള്ളിൽ ഈ യൂസർ എൻ്റെ മുന്നിലേക്ക് എത്തും. എന്തിട്ടാ ചൂണ്ടിടാൻ ചൂണ്ടിടാൻ പോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂട്ട്, വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും യൂസറെ എന്ന് നീന്റെ മുന്നിൽ വരുന്നു അന്ന് നിന്റെ ബർത്ത്ഡേ ആയിരിക്കും. അന്നായിരിക്കും നിന്റെ ബർത്ത്ഡേ. നിനക്ക് തന്നു തള്ളിണ്ടോ അന്ന് നീ തെളിയിച്ചിരിക്കും. മനസ്സിലായ സത്യമാണ്. ഞാൻ യൂസറിനോട് ഒരു കാര്യം പറയട്ടെ, ശരിക്കും നല്ല അച്ഛനും അമ്മയ്ക്ക് ജനിച്ചാണ് നിനക്ക് എന്റെ മുന്നിൽ വരാൻ പറ്റും. നല്ല നിരക്കാം. നേരിട്ടില്ലെങ്കിൽ എൻ്റെ അവൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ വേണം. അതേപോലെ കുഞ്ഞനെ 10ാം ക്ലാസ്സിൽ ഗോകുലാണ്. അങ്ങനെ ഗോകുല കെട്ടണ വെച്ചാൽ ഞങ്ങൾക്ക് ഗോകുലാണ് ചെക്കൻ പറഞ്ഞ പോലെ. ഗോകുല് ദുബായിലല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞ ഗോകുലാണ് കല്യാണം കഴിക്കണ. എനിക്ക് നിങ്ങളോട് പറയുന്നത് നിങ്ങളെ പേടിക്കുന്ന കാര്യമുണ്ട്. എനിക്ക് എൻ്റെ മോളെ കല്യാണം കഴിക്കുന്നത് ഗോകുലാണെന്ന് പറയാൻ എനിക്ക് നിങ്ങളെ പേടിക്കുന്ന കാര്യമുണ്ട്. എന്തിനാണ് ആ ചെക്കനില്ലാന്ന് പറഞ്ഞത്? അത് പാവം ഗൾഫിൽ എവിടെയോ കിടന്ന് ജോലി എടുത്ത് ജീവിക്കുക. അത് അവിടെ ജീവിച്ചോട്ടെ. പൊന്നിന്റെ ആൾക്കാർ കുഞ്ഞിനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്റെ ഫോട്ടോ. അപ്പൊ അവൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളത് ഓക്കെ ആക്കും.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ചെക്കൻ വെച്ച് കാണിച്ചു തരും. ഇപ്പോൾ ഇങ്ങനെ ബന്ധങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ മഹാലക്ഷ്മി നമ്പർ പുറത്തുള്ള കാരണം ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത് എനിക്ക് അനിയുണ്ട്, അനി ചേട്ടനുണ്ട്, ഇന്ന ആളുണ്ട്, ഇങ്ങനെ മെസ്സേജുകളും ചെക്കൻ്റെ ഫോട്ടോസുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ കുഞ്ഞിനും കൂടി ഇഷ്ടപ്പെടണ്ട. കുഞ്ഞ ഓക്കെ പറയണത് നമുക്കൊന്നും പറയുന്നില്ല. അപ്പം അങ്ങനെ ഫോട്ടോസ് അയക്കുന്നവരോട് എനിക്ക് ഞാൻ റിപ്ലൈ തരാത്ത വേറെ ഒന്നുമല്ല. നമ്മുടെ കുഞ്ഞിനും കൂടി ഒന്ന് ഓക്കെ ആയാൽ മാത്രമേ നമുക്ക് ആർക്ക് റിപ്ലൈ തരും. കുഞ്ഞ് ഓക്കെ കഴിഞ്ഞാൽ ട്ടാ. അപ്പോൾ ഓക്കെ കാത്തുമോളെ കത്തുമ്പി എന്താ തേറ്റി നടക്കണേ? എന്താ തേറ്റി നടക്കണേ? അതാണ് ഞങ്ങളുടെ കാർത്തു. ഇതാണ് യൂസറെ കുടുംബം. മനസ്സിലായ? അത് നിനക്കുണ്ടോ ഇല്ലേ എനിക്ക് അറിയില്ല. നീ പറഞ്ഞോടൊന്നും ഞങ്ങള് തളരില്ല കേട്ടോ. ദേഷ്യം വന്നോളൂ. ഓക്കെ അപ്പൊ ഓക്കെ. ഓക്കെ ബൈ. അച്ഛൻ്റെ അമ്മയുടെ പ്രണയം കണ്ടിട്ട് മക്കള് വളരണം. ആ പ്രണയം കണ്ടിട്ട് തന്നെയാണ് എന്റെ മക്കള് വളരുന്നത്. അപ്പൊ പോട്ടെ. അമ്മ മിണ്ടിയില്ലേ? അമ്മ മിണ്ടില്ലേ? അമ്മമ്മയുടെ കുട്ടിയാണോ? അമ്മമ്മയുടെ മോളാണോ? അമ്മ ചുന്തിരി.